ഞങ്ങള് ബീഹാറിന്റെ ദേശത്ത് ബിറൂണി എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് പാർത്ത് ദൈവവേല ചെയ്യുന്നു. എന്നെ ഇതിലേക്ക് എന്നെ കണക്ട് ചെയ്തത് നമ്മുടെ ബിൻസി ലിജോയാണ്. ബിൻസിക്കും ഉള്ള നന്ദി ഈ സമയം അർപ്പിക്കുന്നു. സാക്ഷ്യം പറഞ്ഞാല് ഞങ്ങള് കുടുംബമായിട്ട് ദുബൈയിലായിരുന്നു ഒരു 14 years ഞങ്ങൾ ദുബൈയിലായിരുന്നു. അങ്ങനെ ദുബൈയിൽ ജോലി, ബേസിക്കലി ഞാനൊരു നേഴ്സാണ്. നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 33-34 വർഷത്തോളമായിട്ട് നോർത്ത് ഇന്ത്യൻ മിഷണറിയാണ്. ഒരു 10-12 വർഷം വിജയങ്ങളുടെ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിലെ മിഷണറി ആയിരുന്നു. അതുപോലെ തന്നെ പോക്കറ്റ് ടെസ്റ്റ്മെന്റ് ലീഗ്, പല ബേസിക്കലി വടക്കേന്ത്യ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ 19ാമത്തെ വയസ്സ് മുതൽ ഇന്ത്യൻ മിനിസ്ട്രിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹം കയറിയിട്ടുണ്ട്, ബ്രദർ എൽദോ നാടി കയറിയിരിക്കുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങളപ്പം വെക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വന്ന് ഇങ്ങനെ ഉറ്റുനോക്കി പോകുമായിരുന്നു. ഞങ്ങളുടെ പ്ലാന് ഞങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിൽ ഇവിടെ വന്ന് വേല ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അതല്ലായിരുന്നു. എൻ്റെ 50 years കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു എന്താ പറഞ്ഞാൽ എനിക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം എൻ്റെ മനസ്സിൽ ഫുള്ള് നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം, അവിടെ പോയി വേല ചെയ്യണം, അങ്ങനെ ഒരു ഇത് വന്നിട്ട് എത്രയും പെട്ടെന്ന് അവിടുന്ന് ഫിറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ദൈവം എല്ലാ വഴികളെയും എല്ലാം അനുകൂലമായി ഞങ്ങൾക്ക് ഒരുക്കി ഞങ്ങൾ ബീഹാറിന്റെ ദേശത്തേക്ക്, നാട്ടിലോട്ടല്ല ബീഹാറിന്റെ ദേശത്തേക്ക് തന്നെ ദുബായിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ വന്നു 1.5 വർഷമായി. ദൈവം മിഷൻ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ഇവിടെ ആയിരിക്കുന്നു. ബീഹാറിനെ പറ്റി പറഞ്ഞാല് വളരെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ വളരെ പ്രതികൂല കാലാവസ്ഥയാണ്. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഇതുവരെയും യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസവും ഒന്നുമില്ലാതെ ദൈവം ഞങ്ങളെ നടത്തുന്നു. ഞങ്ങള് കഴിഞ്ഞ വർഷം അതായത് 2023 ഞങ്ങൾ ജസ്റ്റ് ഫെബ്രുവരിയിൽ ഒരു പ്രാവശ്യം ബീഹാറിലോട്ട് വന്നു. ഒരു സ്ലം കണ്ടു. സ്ലം കണ്ടപ്പോൾ തന്നെ ദൈവാത്മാവ് ഞങ്ങളുടെ മനസ്സിലോട്ട് തന്ന ഒരു തോന്നലാണ്, സ്ലമ്മിൽ വന്നിട്ട് മക്കളെ, സ്ലമ്മിലുള്ള പിള്ളേരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം, ചെറിയ സ്കൂളോ എന്തെങ്കിലും നടത്തണം, അതൊക്കെയാണ് ഞങ്ങളുടെ പദ്ധതി. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഞങ്ങളിവിടെ വന്നു 1.5 വർഷമായിട്ട്. ഹസ്ബൻഡ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യൻ ഷെയറിംഗ് ക്രൈസ്റ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു ഫിലിം മിനിസ്ട്രിയുടെ ഗ്രൂപ്പിലാണ്. അതിൽ നമുക്കൊരു 10-45 മിഷണറിമാരുണ്ട്. അവര് ഓരോ ഗ്രാമങ്ങൾ വീട് വീടാന്തരം കയറി ഫിലിം മിനിസ്ട്രി ചെയ്യുന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്ത് അങ്ങനെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു മിനിസ്ട്രിയാണ് അവർ ചെയ്യുന്നത്. അതില് നമ്മുടെ കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും നമുക്ക് വർക്കുണ്ട്. ഏകദേശം 1-2 സ്റ്റേറ്റിലുള്ളൂ ഇല്ലാത്തത്. ബാക്കി അതുപോലെ തന്നെ ആഫ്രിക്ക, ഫിലിപ്പീൻസ്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമ്മുടെ ഈ പ്രവർത്തനമുണ്ട്. അതിന്റെ ഒരു ആഫ്രിക്കയുടെ ഏഷ്യൻ കോർഡിനേറ്റർ ആയിട്ടാണ്, ഡയറക്ടർ ആയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതുപോലെ അതുകൂടാതെ തന്നെ നമുക്ക് ചർച്ച് മിനിസ്ട്രി, ഹോളി വിഷൻ എന്ന് പറഞ്ഞൊരു ചർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രി ഉണ്ട്. അതായത് നമ്മൾ തദ്ദേശ മിഷണറിമാരെ എടുത്ത് നമ്മുടെ ചർച്ച് സ്ഥാപിച്ച് അവിടെ സുവിശേഷം അറിയിക്കുന്നു. അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനം നമുക്ക് പണ്ടത്തെ പോലെ അത്ര ഈസി അല്ല. എങ്കിലും ഒരു മിഷണറീസ് ഒക്കെ വളരെ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ അവർ മുന്നോട്ട് പോകുന്നു. പ്രോസിക്യൂഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എങ്കിലും ദൈവം അവരെയൊക്കെ അവിടെയൊക്കെ നിർത്തുന്നു. പ്രതികൂലമായ കാലാവസ്ഥകളിലും അവര് ദൈവവേലയിൽ ഉറച്ച് ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു. വളരെ ഉത്സാഹത്തോടെ വേല ചെയ്യുന്നു. ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത്. ഹിന്ദി എന്ന് പറഞ്ഞ ഒരു വാക്ക് പോലും അറിയത്തില്ല. ഞാൻ ദൈവത്തിനോട് ചോദിച്ച ഒരൊറ്റ കാര്യമുള്ളൂ, ദൈവമേ ഈ ദേശത്ത് നിൽപ്പാനുള്ള മാനസികമായ ശാരീരികമായുള്ള ബലം, ആരോഗ്യം, സൗഖ്യം ഒക്കെ തരണം. അതുകൂടാതെ നമ്മുടെ ഇവിടെ എക്സ്ട്രീം ചൂട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ചൂട്, ഒരു 6 മാസം നല്ല ചൂടും 6 മാസവും നല്ല തണുപ്പുമാണ് ഇവിടെ. അതിലൊക്കെ അതിജീവിച്ചു പോകാൻ ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രത്യേക കരുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തോട് ഞങ്ങൾ ചോദിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മറ്റൊന്നും വേണ്ട ദൈവമേ, ഇവിടെ നിൽപ്പാനുള്ള കൃപ നൽകുക, തിരിച്ചു പോകാൻ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കാൻ. അതായത് ലജ്ജിച്ച് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എണ്ണുവാൻ ഇവിടെ നിർത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ എത്തിയത്.
ഒത്തിരി പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം ഞങ്ങളെ അത്ഭുതകരമായി ഇപ്പം കടന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞ വർഷം ഇത്രയും ദിവസങ്ങള് ഇത്രയും മാസങ്ങൾ ഞങ്ങളോട് നിന്നു എന്ന് ചോദിച്ചാല് പറയാൻ ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല, ദൈവത്തിന്റെ കൃപയൊന്നും മാത്രമാണ് ഞങ്ങള് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഞാനിവിടെ വന്നപ്പോൾ പലരും പലയിടത്തുനിന്നും ഞാനൊരു നല്ല ജോലി ഏകദേശം ഒരുവിധം നല്ല സാലറി ഒരു 3.5 lakh ഞാൻ അവിടെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവാത്മാവ് എന്നെ ഇങ്ങനെ വളരെയധികം ഹേമിച്ചത്. വിട്ടിട്ട് മിഷൻ പ്രവർത്തനത്തിന് നോർത്ത് ഇന്ത്യയിലേക്ക് പോവുക എന്നുള്ളത്. കാരണം എനിക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ദുബായിൽ എത്തിയത് തന്നെ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം നിവൃത്തി എന്നോണമായിരുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഒരു നല്ല ജോലിയിൽ ഇരിക്കുമ്പോൾ ആ ജോലി കിട്ടുന്നതിന് മുമ്പ് ദൈവാത്മാവ് വ്യക്തമായി എന്നോട് സംസാരിച്ചു, നിനക്കൊരു നല്ല ജോലി തരും, പക്ഷെ ഞാൻ പറയുമ്പോൾ ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഒന്നും നോക്കാതെ എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്നൊരു ഒരു നിർദ്ദേശം എനിക്ക് ദൈവാത്മാവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം 6-8 വർഷം ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ സമയമായപ്പോഴത്തേക്കിനും ആ അപ്പോയിന്റഡ് ടൈം, അത് ഞങ്ങൾ നോക്കുമ്പോഴത്തേനും നമ്മുടെ ടൈം ആയിട്ടില്ല. കാരണം ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 മക്കളാണ്, ഒരു മോനും ഒരു മകളും. മോൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോകാനിരിക്കുന്നു. മോള് 12th കഴിഞ്ഞ അടുത്ത സ്റ്റഡീസിന് പോകാനിരിക്കുന്ന സമയത്താണ് ദൈവാത്മാവ് എന്നോട് ശക്തമായി സംസാരിക്കുന്നത്, നീ എല്ലാം വിട്ടിട്ട് ദൈവവേലയ്ക്ക് ഇറങ്ങണം. അപ്പൊ ഞാൻ എന്നിലുള്ള ആശ്രയമൊക്കെ അങ്ങ് പോയി. ഞാൻ ഓർത്തിന്റെ ദൈവം ഇനി എങ്ങനെ മക്കളുടെ കാര്യങ്ങൾ നടക്കും? പക്ഷെ അതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം വളരെ അതിശയകരമായ അത്ഭുതകരമായി അതെല്ലാം ചെയ്തു തന്നു. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ മക്കളുടെ അഡ്മിഷന്റെ കാര്യത്തിലോ മക്കളുടെ പഠനത്തിന്റെ കാര്യത്തിലോ യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നുമില്ലാതെ വിശ്വസ്തനായിട്ടിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. ഞാൻ പറയുന്നത്, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ഒരു പടി മുന്നോട്ട് വെച്ചാൽ ദൈവം 7 പടി നമ്മളോട് നടന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞാണ്. നമ്മളെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലല്ലോ. നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യം പറയുമ്പോൾ അനുഭവത്തെ ഖണ്ഡിക്കാൻ മറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ സമയം അങ്ങനെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോ 2 മക്കൾക്കും, മോൻ ഡിഗ്രി കഴിഞ്ഞിട്ട് അവന് നഴ്സിംഗ് സ്കോളർഷിപ്പോടുകൂടി UK അവൻ നോർത്ത് വെയിൽസിൽ പഠിക്കുന്നു. മോള് സ്കോളർഷിപ്പോടുകൂടി നഴ്സിംഗ് സൗത്ത് വെയിൽസിൽ പഠിക്കുന്നു. 2 പേർക്കും കൂടി ഏകദേശം 1 കോടി രൂപയുടെ സ്കോളർഷിപ്പ് UK ഗവൺമെന്റ് കിട്ടി. അവരിപ്പോ പഠിക്കുന്നു. മോള് ഇപ്പൊ 2nd ഇയർ കഴിയാറായി. മോൻ ഡിഗ്രി കഴിഞ്ഞ് പോയോണ്ട് അവനൊരു 6 മാസം പുറയിലാണ്. 2 പേരും അങ്ങനെ 6 മാസം ഡിഫറൻസ് അവിടെ പഠിക്കുന്നു. ദൈവം ഒരു അത്ഭുതകരമായി നടത്തുന്നു. തലമുറയുടെ വിഷയങ്ങളുടെ മേൽ ഭാരപ്പെടുന്നു. ഭാവി എന്താവുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവര് ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ ഭാരം എങ്ങനെ എന്റെ മേൽ യഹോവയുടെ മേൽ വെച്ചോളൂ, അവൻ നിന്നെ പുലർത്തും. അത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. അവിടെ ഓരോ കാര്യങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളെ മിനിസ്ട്രിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു പൈസ പോലും സപ്പോർട്ട് മേടിക്കാതാണ് നോർത്തിന് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് കിട്ടുന്നതും കൊണ്ട് നമുക്ക് കിട്ടുന്ന സാലറി കുറവാണെങ്കിൽ നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യുന്ന സാലറിയുടെ ദശാംശം എടുത്ത് മാറ്റി വെച്ചിട്ട് അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ മിഷൻ ട്രിപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങള് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഇനി ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലുത് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ ഫ്യൂച്ചറിൽ കണ്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു. അതൊക്കെ ഞങ്ങൾക്ക് തക്ക സമയത്ത് നീതിയായി കണക്കിട്ടു. വിതച്ചതൊക്കെ ഇപ്പൊ ഞങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പലയിടത്തുനിന്നും ആയിരിക്കും. നമ്മളിപ്പോ അവർക്ക് കൊടുത്തല്ലോ നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇരിക്കും. നമ്മൾ മനുഷ്യരാണ്, അങ്ങനെയൊക്കെ ഉണ്ടാകാം. പക്ഷെ അവിടെ ആ എക്സ്പെക്ടേഷനിലൊന്നുമല്ല ദൈവം നമ്മൾ അറിയാത്ത ആൾക്കാരെ എഴുന്നേൽപ്പിച്ച് ഞങ്ങളുടെ ഇന്ന് വരെയുള്ള ഓരോ കാര്യങ്ങളിലും ദൈവം ഞങ്ങളെ നടത്തുന്നു. എന്ത് ആവശ്യങ്ങൾ വന്നാലും ഒന്നിനും മുട്ടില്ലാതെ ഈ ദേശത്ത് ഞങ്ങളെ നിലനിർത്തുന്നു. ആ ദൈവത്തിന്റെ വിശ്വസ്തയാണ്. ആ ദൈവ ശബ്ദം കേട്ട് നമ്മൾ ഇറങ്ങിയാല്, നമ്മളുടെ ആശ്രയം ദൈവത്തിൽ മാത്രം വെച്ച് നമ്മൾ ഇറങ്ങിയാല് ദൈവം നമ്മളെ പൂർണ്ണമായിട്ട് വഴി നടത്താൻ ശക്തനാണ്. കാരണം ഓരോ ചെറിയ ആവശ്യങ്ങൾ പോലും നമ്മൾ ഓർക്കും. നമ്മളെ വചനത്തിൽ വായിക്കുന്നുണ്ട്, ഏറിയ കുരുവിലിനെ കാശിന് 2 കുരുവിനെ വിൽക്കുന്നു, അതിനെ പോലും ഓർക്കുന്ന ദൈവമാണ്. അതായത് ആ ഏറിയ കുരുവിലിനേക്കാൾ വിശേഷതയുള്ള നമ്മളെ ദൈവം അപ്പൊ എത്രമാത്രം ഓർക്കും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞങ്ങൾ ചിന്തിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മേലെ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ തക്ക സമയത്ത് അപ്പോയിന്റഡ് ടൈമിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ നടത്തി ഞങ്ങളെ അതിശയകരമായി അത്ഭുതകരമായി പരിപാലിക്കുന്നു. ഇപ്പോൾ ഞങ്ങളിവിടെ ബെറൂണിൽ താമസിക്കുന്നെങ്കിലും ജാമോയി ഡിസ്ട്രിക്റ്റ് ഉണ്ട്. 2 മണിക്കൂർ 2.5 മണിക്കൂർ അവിടെ, അതായത് ആദിവാസി നക്സലേറ്റ് ഏരിയ ആണ്, അതായത് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പൊ അവിടെ ഞങ്ങൾ പോയി ചെറുതായിട്ടൊരു അവിടെ നമുക്ക് 2 പാസ്റ്റർമാരുണ്ട്.
ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ പോയി ചെറുതായിട്ട് നമ്മള് ദൈവവേല ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ മക്കളുടെ പ്രാർത്ഥന ഞങ്ങൾ പൂർണ്ണമായി ചോദിക്കുന്നു. ഞാനത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് പ്രേയിങ് ടുഗദർ അപ്പർ റൂം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം. നിങ്ങളും ഞങ്ങളെ ഈ മിനിസ്ട്രി, ഞങ്ങളുടെ മിനിസ്ട്രി ഒക്കെ ഓർത്ത് നിങ്ങൾ ഓർക്കുമ്പോൾ, എപ്പോഴെങ്കിലും ഓർക്കുമ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബീഹാറില് നമുക്ക് നിൽക്കണമെങ്കിൽ നമുക്ക് വളരെ പ്രാർത്ഥന സപ്പോർട്ട് വേണം. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരു സ്പിരിറ്റ് ആണ് ഇവിടെ. അതായത് പിന്നെ കള്ളന്മാരുള്ള ആപത്ത്, ഇങ്ങനെയുള്ള പലൂസ് പറഞ്ഞ പോലെ പലവിധമായ ആപത്തുകൾ ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ളവരുടെ പ്രോസിക്യൂഷൻ കൂടാതെ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള സൗകര്യങ്ങളിലുള്ള അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ പൂർണ്ണമായി ആ ദൈവശബ്ദം യഥാർത്ഥമായി കേട്ടിട്ടല്ല ഇവിടെ വന്നെങ്കിൽ നമുക്ക് തിരിച്ചു പോകാനുള്ള ടെൻഡൻസി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മളെ മടുപ്പിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ കാലാവസ്ഥ. ചൂട് തുടങ്ങിയാല് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ചൂട്. അതായത് ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള 90-95% ആണ് ഹ്യൂമിഡിറ്റി. അപ്പൊ അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. തണുപ്പ് വന്നാൽ പിന്നെ നമുക്ക് സഹിക്കത്തില്ല, അതുപോലെ തണുപ്പ്. അവിടെയൊക്കെ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു സ്പെഷ്യൽ ഗ്രേസ് നമ്മുടെ മേൽ ഉണ്ടെങ്കിലേ നമുക്ക് അതിനൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥന നമുക്ക് വേണം. ഞങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ അതുപോലെ തന്നെ അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ നമ്മളൊരു പ്യുവർ സുവിശേഷം പോയി പറയണ വിശക്കുന്നു നീ പോയി തീ കാഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു വിടാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ അവരിൽ ഒരാളായിട്ട് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് അവരുടെ ആവശ്യങ്ങളെയാണ് ആദ്യം നമ്മൾ പരിഹരിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് യേശുവിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഇപ്പം ഒരുവിധവും കഴിക്കാനില്ലാത്തവരെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അവരുടെ അടുത്ത് പോയിട്ട് നമ്മള് സുവിശേഷം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അവരൊരാളായിട്ട് ഇറങ്ങിയിട്ട് അവർക്ക് എന്താണ് ഇപ്പോഴത്തെ നീഡ് എന്നുള്ളതനുസരിച്ച് അവർക്കത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ ദൈവസ്നേഹത്തെ അവർക്ക് വരച്ചു കാട്ടി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നാട്ടിൽ പോയി സുവിശേഷം പറഞ്ഞ പോലെ ട്രാക്ട് കൊടുക്കുന്ന പോലെ ഒന്നും ഇവിടെ പറ്റത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ദൈവം ഞങ്ങളെ സഹായിച്ചു. എൻ്റെ കൂടെയുള്ള കുറെ ഫ്രണ്ട്സ് ഒക്കെ സഹായിച്ചു. നമ്മൾ ആരോടും ഒരു സപ്പോർട്ടും മേടിക്കുന്നില്ല. നമുക്ക് ഞാൻ അവിടെ നേഴ്സായിട്ട് ഇത്രയും വർഷം വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഫ്രണ്ട്സിന്റെ ഒരു സർക്കിൾ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ അവർക്കൊക്കെ വളരെ വളരെ ഒരു അമേസിംഗ് ആണ്. ഞാൻ ഈ ജോലി വിട്ടിട്ട് 25 വർഷത്തെ സർവീസ് ഉണ്ട്. 25 വർഷം എനിക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ദൈവം സഹായിച്ചു. എൻ്റെ ഏജിൽ 50ാമത്തെ ഇയറിലാണ് ഞാൻ ജോലി ക്വിറ്റ് ചെയ്തത്. അതൊക്കെ നോക്കുമ്പോൾ ദൈവത്തിന്റെ ഒക്കെ പ്രീ ഓർഡൈൻഡ് പ്ലാൻ ആയിരുന്നു. എനിക്ക് 60 വയസ്സ് വരെ അവിടെ ജോലി ചെയ്യാം. അത് കഴിയുമ്പോൾ ഗ്രാറ്റുവിറ്റി ഒക്കെ കിട്ടും. അതൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് വിശേഷം ചെയ്യാമെന്നാണ് നമ്മുടെ പ്ലാൻ. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ ഞങ്ങളെ എംപ്റ്റി ഹാൻഡ് ആയിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. അതായത് നമ്മുടെ സമ്പാദ്യങ്ങളോ ഒന്നും ഇല്ലാതെ, നമ്മുടെ കയ്യിൽ ഒരു അസറ്റും ഇല്ലാതെ ദൈവം നമ്മളെ ഇവിടെ അയച്ചു. നമ്മളെ വിശേഷവേല ചെയ്യാനായിട്ടുള്ള ആ ഒരു മനസ്സും ആ ഒരു ശരീരം ആരോഗ്യം ഒക്കെ തന്ന ദൈവം ദേശത്തെ ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ വളരെ ഒരു അതിശയം. ഞങ്ങൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഭയങ്കര ആശ്ചര്യമായിട്ട് ഒരു വലിയൊരു സാക്ഷ്യമായിട്ട് ഞങ്ങളെ അവരെല്ലാം കാണുവാണ്. എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു? കാരണം 3-3.5 ലക്ഷം രൂപ സാലറി മേടിച്ച ആള് എല്ലാം വിട്ടിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ വരണമെങ്കിൽ അതിലെന്തോ പ്രത്യേകത ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചോദിച്ചു വരുന്നവരോട് നമ്മൾ പറയും ഇതായിരുന്നു ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ചു. കാരണം എന്റെ ഉറക്കത്തെ കെടുത്തി എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത പോലെ ദൈവാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. സ്വസ്ഥത നൽകാതെ ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്വസ്ഥത കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്നോട് ദൈവം പണ്ട് പറഞ്ഞ ആ വാഗ്ദത്തം ഓർത്തത്. സമയമാകുമ്പോൾ നീ ഇവിടുന്ന് പുറപ്പെട്ടോണം. ഇസ്രായേൽ മക്കൾ മന്ന പെസഹ തിടുക്കത്തോടെ ഭക്ഷിച്ച് യാത്ര പുറപ്പെട്ടതുപോലെ ഒരു പുറപ്പാടാണ് നിനക്ക് വെച്ചിരിക്കുന്നത്. ഞാനൊരു ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ റെസിഗ്നേഷൻ കൊടുത്ത് വീട്ടിൽ വന്നപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ആ ഡയറി എടുത്ത് വായിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവാത്മാവിന്റെ പ്രവർത്തനമായിരുന്നു. അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ തന്നെ അതുപോലെ തന്നെ തിടുക്കത്തിൽ ഞങ്ങൾ കയ്യിൽ കിട്ടിയത് മാത്രം എടുത്ത് ബാക്കിയെല്ലാം അവിടെ ഉപേക്ഷിച്ച് ഏറ്റവും തിടുക്കത്തില് നമ്മളെ വീട്ടിൽ പോലും പറഞ്ഞില്ല. ആകെ പറഞ്ഞത് എൻ്റെ മക്കളോട് രണ്ടുപേരോടും പറഞ്ഞു, എൻ്റെ സിസ്റ്ററിനോടും പറഞ്ഞു. അല്ലാതെ വേറെ ആരോടും പറഞ്ഞില്ല. ഞങ്ങൾ ജോലി കിട്ടിയതും ഞങ്ങൾ ബീഹാറിന് വന്നതും ഒന്നും. വന്നു കഴിഞ്ഞ് ഞങ്ങൾ സെറ്റായി 1 മാസം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഞങ്ങൾ ജോലി വിട്ട് വിശേഷവേലയ്ക്ക് ഇറങ്ങി എന്നുള്ളത്. കാരണം ദൈവാത്മാ ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചു. നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ നമ്മളെ പുറകോട്ട് വലിക്കും.
പലരും നോക്കുമ്പോൾ തന്നെ അതൊരു പിന്നെ ഒരു ഫൂളിഷ് തീരുമാനമാണ് ഞങ്ങൾ എടുത്തതെന്ന് പറയും, ഞങ്ങളെ പുറകോട്ട് വിളിക്കും. അതുകൊണ്ട് ദൈവാത്മാവ് തന്നെ വ്യക്തമായി സംസാരിച്ചു, ആരോടും പറയാതെ ദൈവശബ്ദം മാത്രം കേട്ട് മുന്നോട്ട് ഇറങ്ങുക. ദൈവം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഇറങ്ങിയാല് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ശക്തനാണെന്നുള്ള ഒരു പൂർണ്ണമായ ഒരു വിശ്വാസത്തില്, ആ അടിയുറച്ച വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇവിടെ ഈ ദേശത്ത് വന്ന ദൈവവേല ചെയ്യുവാൻ ഇത്രത്തോളം ദൈവം സഹായിച്ചു. നമ്മുടെ ഒരു ചെറിയ ചിന്ത, അതുകൊണ്ട് ഇനി നിങ്ങൾ ഞങ്ങളെ ഓർക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ പ്രത്യേകം ഞങ്ങളെ പ്രത്യേകിച്ച് ഒരു മിഷനായിട്ടൊന്നും നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതനുസരിച്ച് നമ്മൾ അവൈലബിൾ സോഴ്സ് വെച്ചിട്ട്, അതായത് നമുക്കിപ്പം ഒരാൾ തരുവാണ്. ഇപ്പൊ ഇവിടെ ഫ്ലഡ് വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു ന്യൂസ് ലെറ്റർ പോലെ അയച്ചു. നമ്മളിങ്ങനെ ഫ്ലഡിന് എന്തെങ്കിലും റിലീഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവാത്മാ എന്തെങ്കിലും പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളെ സഹായിക്കുക. അങ്ങനെ ദൈവാത്മാ പ്രേരിപ്പിച്ച് അയച്ചു തന്ന പൈസ കൊണ്ട് ഞങ്ങൾ ഇവിടെ ഫ്ലഡ് റിലീഫ് ഫുഡ് കൊണ്ടുപോയി ഇവിടെ ഗ്രാമങ്ങളിലൊക്കെ. അങ്ങനെ നമുക്കൊന്ന് റീച്ച് ചെയ്യാൻ പറ്റും. ചെറിയ ഗ്രാമങ്ങളിലൊക്കെ കയറി ഫ്ലഡായിരിക്കും ഫുഡൊക്കെ കൊടുത്ത് നമുക്കത് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ വിന്റർ ആയപ്പോഴത്തേക്കിന് നമ്മള് എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്കൊക്കെ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് പാവങ്ങൾക്ക് ബ്ലാങ്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ദിവസമായിട്ട്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. എന്റെ നാമത്തിന് വേണ്ടി ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ പോലും അതിന് പ്രതിഫലം ഉണ്ടെന്നാണല്ലോ നമ്മുടെ വചനം. അതുകൊണ്ട് ഞങ്ങൾ ആശ്രയിക്കുന്നു. ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെറിയൊരു ചെയ്യുന്നതൊക്കെയും എനിക്ക് ചെയ്യുന്നതാണ് വചനത്തിൽ പറയുന്നത്. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു ഇച്ചിരി ഒരു 15 മിനിറ്റ് നിങ്ങൾ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിനും പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇവിടെ നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇഷ്ടമൊന്നും വേണ്ട, ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം നടത്തും. നമ്മുടെ മനസ്സ് മടുക്കാതെ, ശരീരം ക്ഷീണിപ്പിക്കാതെ ഇവിടെ നിൽപ്പാൻ, എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ഞങ്ങളെ നിർത്തുവാൻ വേണ്ടി ദൈവത്തെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവമക്കളെ നമ്മളൊരു ശേഷിപ്പാണ്. സത്യം പറഞ്ഞാല് ഞാൻ എപ്പോഴും ഓർക്കും, കോവിഡിന്റെ ടൈമിലൊക്കെ നമ്മളെ നഴ്സസായിരുന്നു, ഞങ്ങൾക്കറിയാം നഴ്സസായിരുന്നപ്പോ എത്ര സ്ട്രഗിൾ ചെയ്താ ഡ്യൂട്ടി ചെയ്തത്. രാവിലെ ഡ്യൂട്ടിക്ക് പോയാൽ വൈകുന്നേരം നമ്മൾ വരുമോന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തു. അവിടുന്ന് എല്ലാം ദൈവം അത്ഭുതകരമായി അതിശയകരമായി ജീവനെ തിരിച്ചു നൽകി ഇത്രത്തോളം ദൈവം നിർത്തി. അപ്പൊ ദൈവത്തിന് ഇതിനൊരു പദ്ധതിയുണ്ട് നമ്മളെ കുറിച്ച്. ആ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടം, അത് മനസ്സിന്റെ ഭാരം നമ്മുടെ ഭാരമായി ഏറ്റെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് നമ്മളെ ശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ദൈവം ഇവിടെ നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ ദൈവം നമുക്കൊരു കമ്മീഷൻ തന്നിട്ടുണ്ട്. എന്താന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്ത് പോകുവാൻ ആണ് ദൈവം നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കാം. നമ്മൾ വേസ്റ്റ് ചെയ്യാതെ ഒരു മണിക്കൂറെ കിട്ടിയുള്ളൂ, അത് നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ഉപയോഗിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇന്നത്തെ ദിവസം ഉള്ളൂ നമുക്ക്, നാളെ നമുക്കുള്ളതല്ല. നാളത്തെ നിമിഷം, അതായത് അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. അങ്ങനെയുള്ള ചിന്തയോടുകൂടി ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് അതിൽ ദൈവനാമത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിച്ചു അതിന് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരുപാട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ദൈവമക്കളെ അങ്ങനെ ഒരു ഇതിലേക്ക് നമുക്ക് മുൻപോട്ട് പോവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ഈസ്റ്റർ ഡേ ആണല്ലോ. ലോകത്തിലുള്ള എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ക്രിസ്ത്യാനികളെന്ന് പേര് പറയുന്നത് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. എന്താണ് ഈസ്റ്റർ? അതായത് നമ്മൾ ഇതുപോലെ ആഘോഷിക്കേണ്ടവരാണോ? നമ്മൾ ഈസ്റ്റർ നമ്മൾ വർഷത്തിൽ ഒരിക്കലും ഈസ്റ്റർ ആഘോഷിക്കുന്നവരാണോ? അതോ നമ്മളുടെ ജീവിതത്തില് നമ്മുടെ ഡേ ടു ഡേ ലൈഫില് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ അവസ്ഥ എല്ലാ നിമിഷങ്ങളും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ കൂടെയാണോ നമ്മൾ ഓരോ നിമിഷവും ആയിരിക്കുന്നത്? അത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ ഓരോ ആവശ്യം നമ്മുടെ ആവശ്യങ്ങൾ വളരെ വലുതായിട്ട് കാണുവാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചോളം, നമ്മുടെ രക്ഷകനെ സംബന്ധിച്ചോളം ആ ആവശ്യങ്ങളൊന്നും അവന്റെ മുന്നിൽ അതൊന്നും വലുതല്ല. അതൊക്കെ വലും നിസ്സാരമായ കാര്യമാണ്. കാരണം യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോ അവരെല്ലാം ഓർത്ത് സകലതും അവസാനിക്കുന്നു.
പക്ഷെ അവിടെ ഒരു തുടക്കമായിരുന്നു എന്നുള്ളത് നമുക്കാണ്, ദൈവമക്കളായ നമുക്ക് മാത്രം. അതായത് പിതാവാൻ ദൈവത്തിനും പുത്രനാം ദൈവത്തിനും അറിയുന്ന ഒരു കാര്യമായിരുന്നു. ഇതിൽ തീരത്തില്ല, ഇതൊരു തുടക്കമാണ് എന്നുള്ളത്. പക്ഷേ മനുഷ്യരായിട്ടുള്ളവർക്ക്, അതായത് റോമൻ പടയാളികൾക്കോ അങ്ങനെ ക്രൂശിച്ച യഹൂദന്മാർക്കോ ഒന്നും അറിയത്തില്ലായിരുന്നു ഇത് ഇത് ഇതുകൊണ്ട് തീരുകയല്ല, ഇതുകൊണ്ട് ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണെന്നുള്ളത് അവർക്കറിയത്തില്ല. പ്രിയ മക്കളെ, നമുക്കറിയാം യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റത് നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. അവൻ ക്രൂശിക അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത് ഒക്കെ നമ്മൾ ചെയ്ത പാപങ്ങളുടെ പരിഹാരത്തിനായിട്ടാണ്. പാപം അറിയാത്തവനെ പാപമാക്കി പിതാവാം ദൈവം മാറ്റിയത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മളെ വീണ്ടെടുത്തതിന് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യേശു സ്വന്തം ജീവൻ കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തപ്പോൾ നമ്മളെ ആ വീണ്ടെടുത്തവന് വേണ്ടി നമുക്ക് എന്ത് പകരം ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ചിന്തകൾ. അതായത് മറ്റൊന്നും അല്ല, ഭൗതികമായിട്ടുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ആ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ, അതാണ് ചിന്തിക്കേണ്ടത്. അപ്പം നമുക്ക് വേണ്ടി പാപമാക്കി, നമുക്ക് വേണ്ടി ജനിച്ചു, മരിച്ചു, ക്രൂശിൽ കയറി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നിട്ട് ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആട്ടുകൊറ്റന്മാരുടെ അവരുടെ ഒന്നും രക്തത്തിന് പാപപരിഹാരം നടത്താൻ പറ്റാഞ്ഞപ്പോൾ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത്, അതായത് കൃപാസനത്തിൽ ഏത് സമയം വരാനുള്ള പദവി, മക്കളും അവകാശമുള്ള പദവി തന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. നമ്മൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളു, നമ്മൾ എത്ര നന്ദിയുള്ളവരായിരിക്കണം. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ഈ ആയുസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. അത് നമുക്ക് വേണമെങ്കിൽ, അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളുടെ കൂടെ നമ്മളെന്നും ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് കൂടെ നടക്കുന്നവരായിരിക്കണം. എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ മത്തായിയുടെ സുവിശേഷത്തില് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ ചെന്നു, കല്ലറവാതിൽക്കൽ കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അപ്പം അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തില് ഇത് തന്നെ ഈ സെയിം പറയുന്നുണ്ട്. അതായത് ഇവരുടെ കൺസേൺ എന്നായിരുന്നു ഈ സഹോദരിമാരുടെ. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിന്റെ അമ്മ മറിയ, ശലോമയും ചേർന്ന് അവനെ ക്രൂശിക്കേണ്ടതിന് സുഗന്ധവർഗ്ഗം വാങ്ങി ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യനുദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു, കല്ലറയുടെ വാതിൽക്കൽ. അപ്പൊ ഇവര് വരുമ്പം ഇവരുടെ മനസ്സിൽ രണ്ട് കൺസേൺ ആണ്. അതായത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന രണ്ട് കാര്യമായിരുന്നു. ഒരു വലിയ കല്ല് അവർ കണ്ടായിരുന്നു, ഒരു കല്ല് അവിടെ ഉണ്ട്. 2 റോമൻ മുദ്ര. അപ്പൊ ഇവരിതൊക്കെ കണ്ടിട്ട് പോയവരാ. ഇവര് വരുമ്പോൾ സുഗന്ധവർഗ്ഗം പൂശാൻ വരുമ്പോൾ ഇവരുടെ മുന്നിലുള്ള വലിയ ഹഡിൽ എന്ന് പറഞ്ഞാല് ഒരു കല്ലും ഒരു മുദ്രയാണ്. പക്ഷെ ഉയർത്തെഴുന്നേറ്റ് യേശു അവരോട് കൂടെ ഉണ്ടെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അപ്പം അവരതിങ്ങനെ ചിന്തിച്ച് കല്ലറയ്ക്ക് ചെന്നപ്പോൾ അവരുടെ മനസ്സിൽ ഏറ്റവും വലുതായിട്ട് വെച്ചിരുന്ന എന്തോ അത് അവിടുന്ന് മാറിയിരിക്കുന്നു. കല്ലുമില്ല, റോമൻ മുദ്രയുമില്ല. അതായത് യേശു നമ്മളോട് കൂടെ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ് യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഹഡിൽസ് ഒന്നും അവനൊരു വിഷയമല്ല. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുൻപ് അതെല്ലാം മാറ്റി ഉൾപ്പെടങ്ങളെ സമഭൂമിയാക്കുന്ന ദൈവമാണ് നമ്മളോട് കൂടെ ഉള്ളത്. നമ്മൾ പലപ്പോഴും നമ്മളത് മറന്നു പോകുന്ന അവസ്ഥയാണ്. നമ്മളിൽ കുറെയൊക്കെ ആശ്രയിച്ചിട്ട് അവസാനം മടുത്തു കഴിയുമ്പോഴാണ് യേശുവിനോട്ട് നോക്കുന്നത്. അങ്ങനെയല്ല ദൈവമക്കളെ, നമ്മളെപ്പോഴും ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് കൂടെ. അതായത് നമ്മളൊരു തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്, ജാതികളോട് എണ്ണപ്പെടുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല, നമ്മളോട് കൂടെ ഉള്ളവൻ ലോകത്തെ ജയിച്ചവനാണ്. ലോകത്തെ ജയിച്ചവൻ നമ്മളോടുള്ളപ്പോൾ നമ്മൾ എന്തിനാ ഭാരപ്പെടണം? നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യരാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചെറിയൊരു അവധി വരുമ്പോൾ തന്നെ ഒരു ഭാരം ഉണ്ടാകും. പക്ഷെ അത് ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും നമ്മളോട് കൂടെ നമ്മുടെ ഉയർത്തെഴുന്നേറ്റ യേശു നമ്മളോട് കൂടെയുള്ള വിശ്വാസത്തില് അവന്റെ സാന്നിധ്യത്തില് ജീവിക്കുകയാണെങ്കിൽ നമുക്കിതൊന്നും ഒരു വിഷയമല്ല. അതാണ് അപ്പൊ അവര് ഉദ്ദേശിച്ച ആ വലിയൊരു കല്ലും ആ റോമൻ മുദ്രയും അതൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് അപ്പം അവര് നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യരായിരുന്നു. അപ്പൊ അവര് അത്രയും ദൈവത്തിന്റെ കൂടെ നടന്നിട്ടും അവർക്ക് ആ ഒരു ദൈവത്തിന്റെ ആ സാമീപ്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല.
മക്കളെ, നമ്മൾ ഓരോ ദിവസവും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഓരോ നമ്മുടെ പോക്കിലെ വരവിലെല്ലാം എന്ത് കാര്യങ്ങളിലും ദൈവ സാന്നിധ്യം, ദൈവം അയക്കാത്തടത്ത് ഞങ്ങളെ അയക്കരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ ഓരോ നിമിഷവും ആയിരിക്കാനും. എവിടെ പോയാലും നമ്മുടെ സാന്നിധ്യം, എന്റെ ദൈവം എന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മുമ്പേ പോകണം, നിനക്ക് പോകാത്തടത്ത് ഞങ്ങളെ അയക്കരുത്, നിന്റെ സാന്നിധ്യം പോകാത്തടത്ത് ഞങ്ങളെയും അയക്കരുത്. നമ്മളൊരു പ്രാർത്ഥനയോട് നമ്മളായിരുന്നാൽ നമ്മള് ദൈവം നമ്മളോട് കൂടെ നമ്മളെ വിട്ടു പിരിയാതെ, അതായത് നമുക്ക് നടക്കാൻ പറ്റാത്തടത്ത് അവർ നമ്മളെ കരങ്ങളിൽ വഹിച്ച് നടത്തുന്ന ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ ദൈവമാണ് നമ്മളോട് കൂടെയുള്ള. ആ വിശ്വാസത്തോട് വേണം നമ്മള് ഓരോ നിമിഷവും ജീവിക്കാൻ. അതായത് അങ്ങനെ നമ്മൾ മുൻപോട്ട് പോയാല് നമുക്കൊന്നിനും നമ്മളൊന്നിനും ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മള് നാളെയെ കുറിച്ചുള്ള വിചാരം നമുക്ക് വേണ്ട. കാരണം ഞാനിത് പറഞ്ഞത് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. നമ്മൾ സാലറി മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ സാലറി കിട്ടി കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കണക്കൂട്ടലുണ്ട് നമ്മുടെ മനസ്സിൽ. എന്നാല് ഇപ്പം നമുക്ക് ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മളുടെ ആശ്രയം സാലറി മേടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ പൂർണ്ണമായ ആശ്രയം ദൈവത്തിലല്ല. അത് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. കാരണം നമ്മൾ സാലറിയിലാണ്, ഒരു 50% നമ്മൾ സാലറിയിലാണ് ആശ്രയിക്കുന്നത്. പക്ഷെ നമ്മൾ സാലറി ഒന്നുമില്ല, നമ്മൾ വിശ്വാസ ജീവിതം തുടങ്ങുമ്പോൾ നമ്മുടെ പൂർണ്ണമായ ആശ്രയം, ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലെ ആശ്രയം നമ്മൾ ദൈവത്തിലാണ്. അപ്പൊ ദൈവം തക്ക സമയത്ത് ആ അപ്പോയിന്റഡ് ടൈമിൽ നമ്മൾ ലജ്ജിക്കാതെ വണ്ണം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞങ്ങൾ അത് ലിറ്ററലി ഓരോ ദിവസവും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാണ് ഞാനിത് പറയുന്നത്. ഓരോ നിമിഷം ചെറിയ ചെറിയ ആവശ്യങ്ങൾ, ചെറിയൊരു ചിലപ്പോൾ ഒരു പൈസയുടെ ആവശ്യമായിരിക്കും. പക്ഷെ നമ്മൾ ആ തക്ക സമയമാകുമ്പോൾ ദൈവം അത് കറക്റ്റ് എമൗണ്ട് തന്ന് നമ്മളെ ദൈവം സൂക്ഷിക്കുക. അത് നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ അത് ഓർക്കുമ്പോൾ എന്റെ ദൈവം ഇനി എത്ര വിശ്വസ്തനാണ്, ഞങ്ങളെ ഓർക്കുന്നല്ലോ, അത് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷ സമാധാനമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ്, അതായത് നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളില് നമ്മൾ എനിക്കിപ്പോ 51 ആയി. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ചെറുപ്പക്കാര് മരിക്കുന്നത് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല, വളരെ റയറായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ചെറുപ്പക്കാരെ, ഇപ്പോൾ 50, 60 അതിനുള്ളവരാണ് കൂടുതലും പോകുന്നത്. പക്ഷെ നമ്മൾ ഓർക്കും അവര് ദൈവം എത്ര ഏർലി പോയല്ലോ. പക്ഷെ അതല്ല, അവരൊരു കംപ്ലീറ്റ് ലൈഫ് ആയിരിക്കണം. ഒരു പക്ഷേ ദൈവം ആഗ്രഹിച്ച രീതിയിൽ അവര് എന്തെങ്കിലുമൊക്കെ ചെയ്ത്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരുടെ ഭൂമിയിലെ ആ ഒരു ദൗത്യം തീർന്നപ്പോൾ ദൈവം അവരെ വിളിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ നമ്മുടെ ഈ ജീവിതം വളരെ എന്താ പറയുക, കീനായിട്ട്, അതായത് വളരെ വിജിലന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഈ നിമിഷങ്ങളാണ്. നമ്മളത് പാഴാക്കി കളയരുത്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ലോകപ്രകാരം എന്ത് നേടിയാലും ഒരു കാര്യമില്ല. അവിടെ ചെന്ന് നമ്മുടെ ലോകപ്രകാരമുള്ള ഡെപ്പോസിറ്റ് ഒന്നും അവർ ചോദിക്കത്തില്ല. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ, അതായത് പുല്ലുകൊണ്ടും വൈക്കോലും കൊണ്ടും ഒന്നും അല്ല, അതായത് തീയിൽ കൂടി ശോധന കഴിക്കുമ്പോൾ എന്തെങ്കിലും കാണാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരാത്മാവിനെങ്കിലും നേടി ലജ്ജിക്കാതെ വന്ന് ഈ ഇവിടുത്തെ നമ്മുടെ ജീവിതം കഴിച്ചു പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതായത് നമ്മള് ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും നമുക്ക് അവിടെ ഒരു ഡെപ്പോസിറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഓട്ടോ മത്താനും ഒക്കെ വൃഥാണ്. നമുക്ക് പിന്നെ തിരിഞ്ഞൊരു വരവില്ല. അതായത് മരണം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞൊരു വരവില്ല. നമുക്കൊന്നും പിന്നെ നമ്മളെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളപ്പൊ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെക്കാട്ടി നമ്മള് ഒന്നും അല്ലെന്ന് കരുതിയവരൊക്കെ അവിടെ വന്ന് പ്രതിഫലം വാങ്ങിക്കുമ്പോൾ, അവരിങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ, കിരീടമൊക്കെ വെച്ച് തിളങ്ങി നിൽക്കുമ്പോൾ, നമ്മൾ അപ്പൊ അവിടെ നിന്ന് ചിന്തിക്കാൻ ഇടയാകരുത്, എന്റെ ദൈവമേ കുറച്ചും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കായിരുന്നു, കുറച്ചും കൂടെ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യായിരുന്നു, കുറച്ചും കൂടെ ട്രാക്ട് കൊടുക്കാൻ, അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്കിപ്പൊ കിട്ടുന്ന സമയം നമുക്ക് എങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റും. ഇപ്പൊ എല്ലാവർക്കും സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും പോയി പിന്നെ പരസ്യയോഗം നടത്താൻ പറ്റില്ല. പക്ഷെ നമ്മളെപ്പറ്റി നമുക്ക് നമുക്ക് ഒരു ദൈവവേലക്കാർക്ക് വേണ്ടി, അല്ലാതെ ഈ പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ദൈവനാമം നിമിത്തം പഴി ദുഷി കേൾക്കുന്നവർക്ക് വേണ്ടിയൊക്കെ, അല്ലെങ്കിൽ ദൈവവേല ഇറങ്ങിയിട്ട് പട്ടിണിയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഒരു 15 മിനിറ്റ് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ കിട്ടിയാൽ അതൊരു വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് മക്കളെ. പ്രാർത്ഥന ഇല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ ഇവിടെ വന്ന് അനുഭവിക്കുന്ന കാര്യമാണ്. പ്രാർത്ഥന ഇല്ലെങ്കിൽ നമ്മൾ കനോട്ട് സർവൈവ് ഓവർ ഹിയർ. അതുകൊണ്ട് നമ്മൾ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചാൽ പോലും അതിന് നമുക്ക് പ്രതിഫലമുണ്ട്. നമ്മൾ വചനത്തിൽ വായിക്കുന്നല്ലോ, യുദ്ധത്തിന് പോകുന്നവരും യുദ്ധത്തിന്റെ കോപ്പ് സൂക്ഷിക്കുന്നവർക്ക് ഒരേ പ്രതിഫലമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ദൈവനാമത്തിന് വേണ്ടി ചെയ്ത് അത് മാത്രമേ അവിടെ കാണാനുള്ളൂ. വേറെ ഒന്നും ഈ ലോകത്തിൽ നീ എന്ത് നേടിയെന്നൊന്നും ചോദിക്കത്തില്ല. നീ അവിടെ ചെന്നിട്ട് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു,
ഞാൻ വിശന്നു, എനിക്ക് നീ ഭക്ഷിപ്പാൻ തന്നോ, ഞാൻ ദാഹിച്ചു എനിക്ക് നീ കുടിപ്പാൻ തന്നോ, അത് മാത്രമേ അവിടെ ചോദിക്കത്തുള്ളൂ. അതാണ് നമ്മുടെ കൺസേൺ. ഈ ലോകത്തിൽ നമ്മൾ എന്ത് നേടിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് അതുപോലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ മക്കളെ ദൈവസന്നിധിയിൽ കാണുവാൻ തക്കവണ്ണം അവരെ ആ പത്യോവസ്ഥ വളർത്തുവാനൊക്കെ നമ്മൾ ഉത്സാഹിക്കണം. ഈ നാളുകളിൽ തലമുറകളൊക്കെ തെറ്റിപ്പോകുന്ന ഒരു ഇതിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ അതേപ്പറ്റി ഒന്നും അത്ര ബോധേടല്ല. പക്ഷെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന തലമുറ അവർ ദൈവസന്നിധിയിൽ പ്രസിദ്ധരായി തീരണം. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് ലോകപ്രകാരം അവർ എന്ത് നേടിയാലും അവർ ദൈവസന്നിധി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ ഓർക്കും അധ്വാനമൊക്കെ അത്ര ഫ്ലോപ്പാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ്, നമുക്ക് തന്നിരിക്കുന്ന മക്കള്, നമ്മുടെ കൂട്ടാളികള്, ഇവരെല്ലാം നമ്മളറിയാം. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്നേഹിതർ, അവരോടൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും യേശുവിനെ പറ്റി ഒന്ന് പറവാൻ നമുക്ക് സമയം നമ്മൾ എടുത്തോ. ഇപ്പൊ നമ്മൾ അർജന്റായിട്ട് ഒരാളെ വിളിക്കുമായിരിക്കും. ആ ആളോട് നമുക്ക് നമ്മളുടെ ചിലപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത്. ആ ആളെ നമ്മൾ കൺസിഡർ ചെയ്തോ, ആ ആളോട് ദൈവത്തിന്റെ ഒരു വചനം പറഞ്ഞോ. നമുക്ക് പല പല അവസരങ്ങളുണ്ട്. ഒത്തിരി അവസരങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മൾ വിചാരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഞങ്ങളിപ്പം ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണ് ഒത്തിരി നീഡി പീപ്പിൾ ഉണ്ട്. യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്തവരുണ്ട്. യേശു ആരാന്ന് പോലും അറിയാത്തവരുണ്ട് ഇപ്പോഴും. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം നമ്മള് ചെയ്യുന്നുണ്ടോ? അത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് നമ്മൾ ഞാനും എൻ്റെ കുടുംബവും മാത്രം പറഞ്ഞിരിക്കാതെ, അത് മാത്രമല്ല മക്കളെ, നമുക്ക് ആരെയെങ്കിലും നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നേടാൻ പറ്റുമോ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യാണ്. പ്രത്യേക നോർത്ത് ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഓരോ സ്റ്റേറ്റിലും പല പലമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഏറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന, സുവിശേഷം അറിയിക്കുന്നതിന് മുൻനിരയിൽ നിൽക്കുന്ന, തളരാതെ ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ച് പൂർണ്ണ ധൈര്യത്തോടെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മക്കളുടെ പ്രാർത്ഥന വേണം. അതായത് യേശു മാത്രം ദൈവം എന്ന് പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നം. അതായത് എല്ലാ ദൈവങ്ങളുടെയും കൂടെ ഒരു ദൈവമാണ് യേശു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ പോയിട്ട് യേശു മാത്രം ദൈവം, യേശു മാത്രം രക്ഷകൻ, വേറെ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയാനുള്ളൊരു ധൈര്യം, നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ലാതെ യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, വേറെ ഒരുത്തരും രക്ഷയില്ലെന്ന് പറയാൻ ആ ഒരു ധൈര്യത്തിനായി ഈ നാളുകളിൽ ഇവിടെ ഉള്ള മക്കൾക്ക് ആ ഒരു ധൈര്യം വേണം. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന, അതായത് സുശേഷകരെ, മിഷണറിമാർക്ക് ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് ദൈവ മക്കളുടെ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ടാണ് ആ ധൈര്യം കിട്ടുന്നത്. അതുകൊണ്ട് മക്കള് പ്രത്യേകം ഓർക്കുമ്പോൾ നോർത്ത് ഇന്ത്യ ഓർത്ത് പ്രാർത്ഥന, പ്രത്യേക ബീഹാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബീഹാറിനെ പറ്റി വിശേഷിപ്പിക്കുന്നത് മിഷണറിമാരുടെ ശവപ്പറമ്പാണ്. അതായത് ഇവിടെ വന്ന് മിഷണറിമാര് ഒത്തിരി പേര് മരിച്ച് വന്നടിഞ്ഞിട്ടുണ്ട്. അതായത് വേല തികയ്ക്കാൻ പറ്റാതെ തിരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകാല് നമ്മളെ ബീഹാറിനെ ഓർത്ത് പ്രാർത്ഥിക്കും. വലിയൊരു സ്റ്റേറ്റ് ആണ്. പല ലാംഗ്വേജസ് ഉണ്ട്, പല കൾച്ചറുണ്ട്. ഒരു പ്രത്യേക ക്യാരക്ടർ ഉള്ള ആൾക്കാരാണ് ഇവര്. ഇവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കിട്ടുക, ഒരു കൈ കൊണ്ട് മേടിച്ച് മറ്റേ കൈ കൊണ്ട് തല്ലുന്ന ഒരു ക്യാരക്ടറാണ് ഇവരുടെ. പക്ഷെ അതെല്ലാവരെയും നരഭോജികളെ നരസ്നേഹികളാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അവരിലേക്കൊന്ന് എത്തിക്കുവാൻ ഞങ്ങളൊക്കെ ഇവിടെ സുശേഷത്തിന് വേണ്ടി ഇവിടെ മുൻപടയിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ നിലനിൽക്കുവാനുള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ പ്രത്യേകം ചോദിക്കും. ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ 24 hours പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളെ ഓർക്കുമ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇവിടെ നിലനിൽപ്പാൻ എത്ര നാൾ ഞങ്ങൾ ഇവിടെ ആക്കിയിരിക്കുന്നു, അത്രയും നാളും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ മുഖത്തുനിന്ന് ഫോക്കസ് മാറ്റാതെ വിളിച്ചവൻ വിശ്വസിച്ച് നന്ദിക്കൊണ്ടുവരുക, അന്ത്യം വരെ വിശ്വസ്തരായി നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ കുടവുമായി ചോദിക്കുന്നു. നിങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകാലം ഈ ഗ്രൂപ്പിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നു. ഇതിന്റെ എല്ലാവരെയും ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് അവസരം തന്ന പരിപാടികൾക്ക് ഒരു പ്രാവശ്യം കൂടെ സ്പെഷ്യൽ താങ്ക്സ് നമുക്ക് ദിവസത്തിരിക്കുന്നു. ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ
ഹല്ലേലൂയ. സ്തോത്രം അപ്പച്ചാ. നിങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു നാഥ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടാത്തൊരു ദിവസം ഞങ്ങൾക്ക് ദാനം തന്നു കർത്താവേ. നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങൾ അവിടോടങ്ങളെ സൂക്ഷിച്ചല്ലോ കർത്താവേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കർത്താവേ, നിന്റെ സ്ഥലത്തേക്ക് അടുത്തു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ തരുന്നു അപ്പച്ചാ. സ്തോത്രം കർത്താവേ. ഞങ്ങളെ നീ വിളിച്ചു വേർതിരിച്ചല്ലോ കർത്താവേ. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത പദവി ഞങ്ങൾക്ക് തന്നല്ലോ. മക്കളും അവകാശികളും എന്നുള്ള പദവി തന്ന പത്രത്തോളം ഞങ്ങൾ നിർത്തിയിരിക്കൽ നന്ദി പറയുന്നു പക്ഷാ. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വിശ്വസ്തയോടെ ചെയ്യുവാൻ അപ്പാ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ സംഘാടകർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്തിരുന്ന വിഷനായി നന്ദി പറയുന്നു കർത്താവെ. 24 മണിക്കൂർ ദിവസം ഇടയിൽ നിന്ന് കരവാൻ പ്രാർത്ഥിപ്പാൻ കർത്താവെ ഒരു കൂട്ടം ജനങ്ങളെ നീ അവിടെ ഒരുക്കിയിരിക്കാൻ നന്ദി പറയുന്നു കർത്താവെ. ലോകത്തിന്റെ അന്ത്യത്തോട് അടുത്തിരിക്കുന്ന സമയത്ത് കർത്താവെ, വിശുദ്ധ നീ തന്നെ വിശദീകരിക്കട്ടെ, അഴുക്കാട് തന്നെ അഴുക്കാടട്ടെ എന്ന് പറയുന്ന പോലെ കർത്താവെ, ഞങ്ങളെ തന്നെ ഒരുക്കി കർത്താവെ, ഞങ്ങളെ തന്നെ നിന്റെ ആ വരവിനായി ഒരുക്കി കർത്താവെ, നിത്യതലാക്കാക്കി ഓടുവാൻ അനേകരെ ഒരുക്കുവാൻ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളെ ഓരോരുത്തരെ നീ സഹായിക്കുന്നതിനായി നന്ദി പറയും കർത്താവെ. വിദ്യാലയന്റെ സംഘാടകരെ എല്ലാം ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളായിരിക്കുന്നിടത്ത് സൂക്ഷിക്കണം, പരിപാലിക്കണം കർത്താവെ. അവരുടെ മക്കളുടെയൊക്കെ മനസ്സിലെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കണം കർത്താവെ. നിനക്ക് വേണ്ടി ഇനി വീണ്ടും പ്രയോജനപ്പെടുവാൻ കർത്താവെ അവരെ കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു നാമത്തിൽ തന്നെ. ആമേൻ.